2 words at a time. ഇന്നത്തെ കൺഫ്യൂസിംഗ് വേർഡ്സിലേക്ക് നമുക്ക് പോകാം. ADVISC and ADVICE. അത് ഒന്ന് നൗണ് ഒന്ന് വെർബ്, മീനിങ് ഡിഫറെന്റ്. ആദ്യം നമുക്ക് നൗൺ ആയിട്ട് അഡ്വൈസ് നോക്കാം. ADVICE അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് സജഷൻ, ഒപ്പീനിയൻ, ഗൈഡൻസ്, അതായത് ഉപദേശം. നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം. He gave me good advice about my career. എന്റെ കരിയറിനെ കുറിച്ച് അവൻ എനിക്ക് നല്ല ഉപദേശം നൽകി. അവിടെ ADVICE ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. Don't take advice from strangers. അപരിചിതരിൽ നിന്ന് ഉപദേശം വാങ്ങരുത്. അവിടെ എന്താണ് ഉപദേശം? ADVICE. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ADVISC അഡ്വൈസ്. അത് വെബ് ആയിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. To give advice, ഉപദേശം നൽകുക. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. The doctor advised me to drink more water. ഡോക്ടർ എന്നോട് കൂടുതൽ വെള്ളം കുടിക്കാൻ ഉപദേശിച്ചു. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. I strongly advise you not to waste time. ഞാൻ നിന്നോട് കാര്യമായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഉപദേശിക്കുന്നു, സമയം പാഴാക്കരുത്. അവിടെയും ഉപദേശമാണ്, ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊനൗൺസിയേഷൻ ഓൾമോസ്റ്റ് ദ സെയിം. അതിന്റെ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. അതിനകത്ത് ഗ്രാമർ റോളിൽ വരുമ്പോൾ നൗൺ ആയിട്ടും വെർബ് ആയിട്ടും ആക്ട് ചെയ്യും. ADVICE അഡ്വൈസ് ഒരു നൗൺ ആണ്, ഒരു തിങ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. ADVISC അഡ്വൈസ് വെർബ്, ആക്ഷനെ കാണിക്കുന്നു, പ്രവൃത്തിയെ കാണിക്കുന്നു. ഓക്കെ, ഇനി മെമ്മറി ട്രിക്ക് ആയിട്ട് ഓർക്കാൻ നമുക്ക് സി തിങ്, യെസ് സേ, അതായത് അഡ്വൈസ് തിങ്. ADVICE then ADVISC സേ അല്ലെങ്കിൽ ഗീവ്. ഓക്കെ, you give advice and you advise someone. ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു. Mentor School of English, the Pioneer Institute in Wycombe for IELTS, OET, German and PTE.